എടാ ദിസ് ഈസ് ഇതിൻ. എടാ നമുക്കിതിനെ എപ്പിസോഡ് 8 വയ്ക്കാം. അൺടോൾഡ് സ്റ്റോറീസിൽ കുറേ നാളായി അത് ചെയ്തിട്ട്. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഈ കൂലിയും വാർട്ടുവിനെ പറ്റിയിട്ട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. സോ രണ്ടും ഇറങ്ങിയിട്ട് ഇന്ന് 1 കൊല്ലമായി. ഞാനും എൻ്റെ ബ്രദർ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ രാവിലെ FDFS മൂഞ്ചാനായിട്ട് പോയി. പടക്കം പൊട്ടിക്കലും എല്ലാം ഒക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല ലോകേഷ് സ്ക്രീനിനകത്തിട്ട് നമുക്ക് അണ്ണാക്കിലിട്ട് എല്ലാവർക്കും കൂടെ പൊട്ടിച്ച് തന്നു എന്നുള്ളത്. ഇൻ്റർവെല്ലായപ്പോൾ യാവനൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു ലോകേഷ് ഇഞ്ചിച്ച് തന്നു എന്നുള്ളത്. സോ ഈ പറഞ്ഞതുപോലെ അണ്ടർടേക്കറായിട്ടുള്ള സൗബിൻ, കല്ലിലരച്ചാലും ചാവാത്ത പോലത്തെ അങ്ങനത്തെ ഒരു മനുഷ്യൻ. പിന്നെ വില്ലനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും രജനീകാന്ത് ശ്രുതിഹാസനെ കൂടെ മറ്റേ ഭദ്രമായിട്ട് നോക്കിക്കോണമെന്ന് പറഞ്ഞ് വിട്ടത് അങ്ങേര് എന്തുവാ ടൈം ട്രാവൽ ഉണ്ടാക്കാനാണ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഫാൻ തിയറീസ് അടങ്ങി വന്ന കസേര, പിന്നെ സ്വന്തം തന്തയെ കൊന്നതുപോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ഒരു വില്ലൻ, പിന്നെ അവസാനം ബീഡിയൊക്കെ കോമഡി. എൻ്റെ പൊന്നോ, എന്തൊക്കെ ഉണ്ട്, കുറേ അപരാധങ്ങളുണ്ട്. ഞാൻ ആ ഒരു ടൈമിൽ കണ്ടതാണ്, പിന്നെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആകെപ്പാടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് മാത്രം കിടിച്ചുമായിരുന്നു. അല്ലാത്ത പക്ഷം വേറും കാട്ടപരാധമായിരുന്നു. എന്തായിരുന്നു ഹൈപ്പ് എന്നത് നാഗാർജുനാവാ. ഒരു കൂലി എന്ന് പറയുന്നത് 100 ഭാഷയ്ക്ക് സമമാണ്. എന്തൊക്കെയായിരുന്നു അടിച്ചിറക്കി വിട്ടത്. അന്നത്തോടുകൂടി ലോകേഷിൻ്റെ കണ്ടകശഞ്ഞി തുടങ്ങി. അങ്ങനെ എരുതിയിൽ നിന്ന് വറചട്ടിയിലേട്ട് എന്ന് പറഞ്ഞ പോലെ അത് കണ്ട് മൂഞ്ചി തുപ്പി തിരിച്ചിറങ്ങിയപ്പോൾ നേരെ പോയി കണ്ട് വാർ 2 ആ ടേങ്കപ്പ പ്രമാദം. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഋത്തിക്കിൻ്റെ ഇൻട്രോ കണ്ടപ്പോഴേ കയ്യിൽ നിന്ന് പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. NTRൻ്റെ ഇൻട്രോ വന്നതോടുകൂടി അതങ്ങ് ഉറപ്പിച്ച്. എന്നാൽ എൻ്റെ തൊട്ടടുത്തിരുന്ന 2 തെലുങ്ക് പയ്യന്മാർ, കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവന്മാർ അണ്ണയ്യ ഒച്ചാറു അണ്ണയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊല വിളി. ഒരു പോയിൻ്റൊക്കെ കഴിയുമ്പോൾ അവൻ്റെ കോപ്പിലൊക്കെ ഫ്ലാഷ് ബാക്ക്, കോപ്പിലെ കഥ, അവൻ്റെ കാപ്പ് കൂപ്പ്, കോപ്പിലെ അരിയെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് തുടങ്ങുന്നത്. ഞാൻ ഇവിടുന്ന് തലചൊറിഞ്ഞ് ആ റോയർ അങ്ങറ്റം നോക്കണം, അവിടെ നിന്ന് എടുത്ത് അതേ കിടക്കിന് ഇങ്ങോട്ട് നോക്കുന്നത്. ഞാൻ ഇരുന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ മെസ്സേജ് ഇങ്ങനെ ഇടയിൽ പടം മൂഞ്ചിയില്ല, കാരണം അവൻ വേറൊരു സൈഡിലായിരുന്നു. മൂഞ്ചി എന്ന് പറയുന്നു. ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഞാൻ വെളിയിറങ്ങി ഇരുന്ന് എന്തൊരു കാട്ടവരാധം നീയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെളിയിലിറങ്ങിയവന്മാരത്ത് റിവ്യൂവിൽ പറയുന്നു. അപരാധം എന്ന് പറഞ്ഞ് ഇതുപോലൊരു ലോക അപരാധം വേറെ ഇല്ല എന്ന് പറയുന്നു. ഈ ഒരു വീഡിയോ റിവ്യൂ ഇൻസ്റ്റയിൽ കിടന്നത് എനിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരാഴ്ച എടുത്ത് നിരത്തിയിട്ട് അയക്കുന്നു. ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ എൻ്റെ പൊന്നെ പടം പടച്ച് വെച്ചേക്കണത്. അങ്ങനത്തെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 2 അപരാധങ്ങളും എനിക്ക് സമ്മാനിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അൺടോൾഡ് സ്റ്റോറീസ് എപ്പിസോഡ് 8.